സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബ്രസീലിൽ നടന്ന കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് CMS COP15 കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷ്യസ് ഉച്ചകോടിയിൽ സംരക്ഷണ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയ പ്രധാന പക്ഷി ഏതാണ്? ബ്രസീലിൽ നടന്ന കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷ്യസ് ഉച്ചകോടിയിൽ സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പ്രധാന പക്ഷി ഏത്? സ്റ്റെപ്പി ഈഗിൾ ആണ്. സ്റ്റെപ്പി ഈഗിൾ. അടുത്ത ചോദ്യം, യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ ഏത്? യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിനാണ് എൻ്റെ വോട്ട് എൻ്റെ ശക്തി എന്നത്. ക്യാമ്പയിൻ്റെ പേര് എൻ്റെ വോട്ട് എൻ്റെ ശക്തി. വിദ്യാർത്ഥിനികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? വിദ്യാർത്ഥിനികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത്? പദ്ധതിയുടെ പേര് ധീര എന്നാണ്. പദ്ധതിയുടെ പേര് ധീര. ലോകമെമ്പാടുമുള്ള 20 നഗരങ്ങളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന 20 സിറ്റീസ് ടുവേർഡ്സ് സീറോ വേസ്റ്റ് പദ്ധതിയിൽ 20 സിറ്റീസ് ടുവേർഡ്സ് സീറോ വേസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തീരപ്രദേശം ഏത്? ലോകമെമ്പാടുമുള്ള 20 നഗരങ്ങൾ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന 20 സിറ്റീസ് ടുവേർഡ്സ് സീറോ വേസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുമുള്ള തീരപ്രദേശ നഗരം ഏതാണ്? വർക്കലയാണ്. വർക്കല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ഗുരുഗ്രാമാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത്. ഗുരുഗ്രാം. 2026 മാർച്ചിൽ സാമ്രാട്ട് സംപ്രതി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2026 മാർച്ച് മാസത്തിൽ സാമ്രാട്ട് സംപ്രതി മ്യൂസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? സാമ്രാട്ട് സംപ്രതി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. സാമ്രാട്ട് സംപ്രതി മ്യൂസിയത്തിന്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക. ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലാണ്. അടുത്ത ചോദ്യം, 500 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ആസൂത്രണം ചെയ്യുന്ന കരീബ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? 500 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ആസൂത്രണം ചെയ്യുന്ന കരീബ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? സാംബസി നദിയിലാണ് കരീബ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിനായി ജപ്പാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വാക്സിൻ ഏത്? ഏത് പ്രതിരോധിക്കുന്നതിനായിട്ടാണ്? ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിനായിട്ട് എവിടെ നിന്നും? ജപ്പാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വാക്സിൻ ഏത്? ഉത്തരം വരുന്നത് ക്യുഡെങ്ക എന്നാണ്. ക്യുഡെങ്ക. TAK-003 എന്നും അറിയപ്പെടുന്നു. ക്യുഡെങ്ക. TAK-003. ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിനായിട്ട് ജപ്പാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വാക്സിനാണ് ക്യുഡെങ്ക. എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ 2026 ഏത് സംഘടനയാണ് പുറത്തിറക്കുന്നത്? എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ 2026 ഏത് സംഘടനയാണ് പുറത്തിറക്കുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ 2026 പുറത്തിറക്കുന്നത്. വേൾഡ് ആർച്ചറി 2025 പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്?
വേൾഡ് ആർച്ചറി അവാർഡ്സിൽ 2025 പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശീതൾ ദേവിയാണ്. ശീതൾ ദേവി. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കുമായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കുമായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴൽ. പദ്ധതിയുടെ പേര് നിഴൽ. ഇന്ത്യയിലെ 3ാമത്തെ ചീറ്റപ്പുലി ആവാസ കേന്ദ്രമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ എത്രാമത്തെയാണ്? 3ാമത്തെ ചീറ്റപ്പുലി ആവാസ കേന്ദ്രമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് മുംബൈ കോസ്റ്റൽ റോഡാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ കോസ്റ്റൽ റോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ്. മുംബൈ കോസ്റ്റൽ റോഡ്, മഹാരാഷ്ട്ര. 2025 US പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാ കൃതികൾക്കായുള്ള നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് അർഹയായത് ആര്? 2025 US പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാ കൃതികൾക്കായിട്ടുള്ള നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് അർഹയായത് അരുന്ധതി റോയിയാണ്. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 2025 US പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാ കൃതികൾക്കായിട്ടുള്ള നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് അർഹയായത് അരുന്ധതി റോയ്. കൃതി മദർ മേരി കംസ് ടു മീ. ദത്തെടുക്കുന്ന കുട്ടിയുടെ പ്രായപരിധി പരിഗണിക്കാതെ തന്നെ അമ്മമാർക്ക് എത്ര ആഴ്ചത്തെ അവധിക്ക് അർഹതയുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ദത്തെടുക്കുന്ന കുട്ടിയുടെ പ്രായപരിധി പരിഗണിക്കാതെ തന്നെ അമ്മമാർക്ക് എത്ര ആഴ്ചത്തെ അവധിക്ക് അർഹതയുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്? 12 ആഴ്ചത്തെ അവധിയാണ്. 12 ആഴ്ചത്തെ അവധി. 2026 മാർച്ചിൽ ചുമതലയേറ്റ നേപ്പാൾ പ്രധാനമന്ത്രി എവിടത്തെയാണ്? നേപ്പാളിന്റെ പ്രധാനമന്ത്രി ആര്? ബലേന്ദ്ര ഷായാണ്. 2026 മാർച്ചിൽ ചുമതലയേറ്റ നേപ്പാൾ പ്രധാനമന്ത്രി ആര്? ബലേന്ദ്ര ഷാ. പാഠപുസ്തക പഠനത്തിനിപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതി. പാഠപുസ്തക പഠനത്തിനിപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതിയാണ് ചുവട്. പദ്ധതിയുടെ പേര് ചുവട്. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റ്. എന്താണ്? സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായിട്ട് ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റ് ഏത്? ട്രൂ സൈബർ സഖി. ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റിന്റെ പേര് ട്രൂ സൈബർ സഖി. ആരൊക്കെ ചേർന്നാണ് പുറത്തിറക്കിയത്? ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്നാണ്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് കൊടുവള്ളി മണ്ഡലത്തിലാണ്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലത്തിലാണ് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. സാധ്വി നിരഞ്ജൻ ജ്യോതി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സാധ്വി നിരഞ്ജൻ ജ്യോതി.
2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം ഏത്? 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലേക്കുള്ള ഊർജ കയറ്റുമതി സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സുരക്ഷാ നടപടി. ഇന്ത്യയിലേക്കുള്ള ഊർജ കയറ്റുമതി സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സുരക്ഷാ നടപടിയാണ് ഓപ്പറേഷൻ ഊർജ സുരക്ഷ. ഓപ്പറേഷൻ ഊർജ സുരക്ഷ. 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി. 2026 52ാമത് G7 ഉച്ചകോടി വേദി ഏവിയാനാണ്, ഫ്രാൻസിലെ ഏവിയൻ. 2026 52ാമത് G7 ഉച്ചകോടി വേദി ഫ്രാൻസ്. കരുണ ദ പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. കരുണ ദ പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മാൾട്ടയാണ്. മാൾട്ട. കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് 2027 നടക്കുന്നത് എവിടെയാണ്? മാൾട്ടയിലാണ്. മാനസിക രോഗങ്ങളുടെ ഗവേഷണം, രോഗനിർണയം, ചികിത്സ എന്നിവ പരിവർത്തനം ചെയ്യുന്നതിനായി പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ശേഖരം ഏത്? കാം ബ്രെയിൻ. പേര് കാം ബ്രെയിൻ. മാനസിക രോഗങ്ങളുടെ ഗവേഷണം, രോഗനിർണയം, ചികിത്സ എന്നിവ പരിവർത്തനം ചെയ്യുന്നതിനായി പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ശേഖരമാണ് കാം ബ്രെയിൻ. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഭീം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആര്? ഭീം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആര്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഭീം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യയിലെ ഇമിഗ്രേഷൻ, വിസ, വിദേശികളുടെ രജിസ്ട്രേഷൻ എന്നിവ നവീകരിക്കുന്നതിനും അപ്ഗ്രേഡ് ചെയ്യുന്നതിനുമായി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതി. ഇന്ത്യയിലെ ഇമിഗ്രേഷൻ, വിസ, വിദേശികളുടെ രജിസ്ട്രേഷൻ എന്നിവ നവീകരിക്കുന്നതിനും അപ്ഗ്രേഡ് ചെയ്യുന്നതിനുമായിട്ട് കേന്ദ്ര മന്ത്രിസഭ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇമിഗ്രേഷൻ, വിസ, ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് ട്രാക്കിംഗ്. IVFRT, ഇമിഗ്രേഷൻ, വിസ, ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് ട്രാക്കിംഗ് സ്കീം. ഇന്ത്യയിലെ ഇമിഗ്രേഷൻ, വിസ, വിദേശികളുടെ രജിസ്ട്രേഷൻ എന്നിവ നവീകരിക്കുന്നതിനും അപ്ഗ്രേഡ് ചെയ്യുന്നതിനുമായിട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതിയാണ് IVFRT, ഇമിഗ്രേഷൻ, വിസ, ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് ട്രാക്കിംഗ് സ്കീം. എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ടെസ്ല, സ്പേസ് എക്സ്, XAI എന്നീ കമ്പനികൾ സംയുക്തമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് നിർമ്മാണശാലയാണ് ടെറാഫാം. പേര് ടെറാഫാം. 86% സ്കൂളുകളിലും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? 86% സ്കൂളുകളിലും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മേഘാലയ. ഏതാണ്? മേഘാലയ. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിൻ. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള ഏത്?
കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിളയാണ് വയനാടൻ റോബസ്റ്റ കാപ്പി. വയനാടൻ റോബസ്റ്റ കാപ്പി. സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം. സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ്? കേവിലാണ്. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അരി ഉൽപാദനത്തിൽ ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത്? അരി ഉൽപാദനത്തിൽ ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യയാണ്. ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക കാലാവസ്ഥാ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം 2026 പ്രമേയം എന്നത് ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ എന്നാണ്. ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ. ലോക കാലാവസ്ഥാ ദിനം 2026 പ്രമേയമാണ് ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ എന്നത്. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള മതസ്വാതന്ത്ര്യ ബിൽ. മതസ്വാതന്ത്ര്യ ബിൽ 2026 പാസാക്കിയ സംസ്ഥാനം ഏത്? നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള മതസ്വാതന്ത്ര്യ ബിൽ 2026 പാസാക്കിയ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. 2026 മാർച്ച് മുതൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം. 2026 മാർച്ച് മുതൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര. ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ലോക ജല ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ജല ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 22 മാർച്ച് 22 ലോക ജല ദിനം. ലോക ജലദിനം 2026 തീം എന്താണ്? വാട്ടർ ആൻഡ് ജെൻഡർ. ജലവും ലിംഗഭേദവും എന്നാണ്. ജലവും ലിംഗഭേദവും എന്താണ്? ലോക ജലദിനം 2026 പ്രമേയം. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22 മാർച്ച് 22. 2024-25 സാമ്പത്തിക ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതെത്തിയത് തമിഴ്നാട് സംസ്ഥാനമാണ്. തമിഴ്നാട്. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഒന്നാം സ്ഥാനം ഫിൻലാൻഡിനാണ്. തുടർച്ചയായിട്ട് 9ാം തവണയാണ് ഫിൻലാൻഡിന് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത്. എത്രാമത്തെ പ്രാവശ്യമാണ്? 9ാമത്തെ പ്രാവശ്യമാണ്. 9ാമത്തെ പ്രാവശ്യമാണ് ഫിൻലാൻഡിന് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്സിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം ലോക വന ദിനം എന്നാണ്. ലോക വന ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21 മാർച്ച് 21 ലോക വന ദിനം. മാർച്ച് 21 ലോക വന ദിനം. 2026 തീം ഫോറസ്റ്റ് ആൻഡ് എക്കോണമീസ് എന്നാണ്. എക്കോണമീസ്. ഫോറസ്റ്റ് ആൻഡ് എക്കോണമീസ് എന്നാണ് ലോക വന ദിനം 2026 തീം. ലോക വന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 21. 2026 മാർച്ചിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ നെവാഡോ ഹോസ്റ്റൽ സലാഡോ കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആര്? എന്താണ്? 2026 മാർച്ചിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ നെവാഡോ ഹോസ്റ്റൽ സലാഡോ നെവാഡോ ഹോസ്റ്റൽ സലാഡോ കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആര്? രണ്ടാമത്തേതാണ് ആരാണ്? അർപ്പിത പത്രയാണ്. അർപ്പിത പത്ര. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ ബേസ്ഡ് പ്യുവർ എയർ ടവർ സ്ഥാപിച്ച നഗരം.
വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ ബേസ്ഡ് പ്യുവർ എയർ ടയർ സ്ഥാപിച്ച നഗരം ഏത്? ഡൽഹിയാണ്. ഡൽഹി. രാജ്യത്ത് 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? രാജ്യത്ത് 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? ഭവ്യ. ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ സമിതിയുടെ അധ്യക്ഷ. ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായിട്ട് സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ സമിതിയുടെ അധ്യക്ഷ കാഞ്ചൻ ദേവി. മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് കേരള സർക്കാർ കൊച്ചിയിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന സ്മാരകം. മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് കേരള സർക്കാർ കൊച്ചിയിൽ സ്ഥാപിക്കുന്ന സ്മാരകമാണ് വേവ് ഓഫ് ലൈഫ്. സ്മാരകം ഏതാണ്? വേവ് ഓഫ് ലൈഫ്. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 116 ആണ്. 116. കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ? ലക്ഷദ്വീപ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതി. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ്? മായാമനുഷ്യനാണ്. രചയിതാവ് N. പ്രഭാകരൻ. കൃതി ഏതാണ്? മായാമനുഷ്യൻ. രചയിതാവ് ആരാണ്? N. പ്രഭാകരനാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.